നമ്മൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ അവസാനത്തെ ഒരു 25-30 ഇയേഴ്സിലെ ഡേറ്റയാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കുക, ഇത് 4ാമത്തെ പാർട്ടാണ്. മുൻപത്തെ 3 പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. കാരണം മുൻപ് നമ്മൾ മാർക്കറ്റിനെ എങ്ങനെയാണ്, മാർക്കറ്റ് അപ്സൈഡ് പോകുന്ന സമയത്ത് ഈ ഫോളുകളുണ്ടല്ലോ, മാർക്കറ്റിൽ നടക്കുന്ന ഈ ഫോളുകൾ വരുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് നമുക്ക് തരുന്ന വാർണിങ്സ് ഉണ്ടല്ലോ, ആ വാർണിങ്ങിനെ കുറിച്ച് മുൻപത്തെ 3 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ആ വാർണിംഗ് ലഭിക്കുന്നത്, മാർക്കറ്റ് ഫോളോ ആവുന്നതിന് മുൻപ് എന്തൊക്കെ വാർണിംഗ് കിട്ടും, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ സൈനാണ് മാർക്കറ്റ് തരുന്നത്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് അതിൻ്റെ കൂടെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് മാർക്കറ്റിന് കൂടുതൽ ക്ലാരിറ്റി, അതിൽ പറഞ്ഞതിനേക്കാൾ ബെറ്ററായിട്ട് മാർക്കറ്റിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് അതിൽ പറഞ്ഞ കാര്യം, നമ്മൾ അതിൽ പഠിച്ച കാര്യവും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യവും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് മാർക്കറ്റിനെ റീഡ് ചെയ്യുമ്പോൾ വളരെ മികച്ച രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ഐഡിയ കിട്ടും. മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ഫോളോ വന്ന് നഷ്ടം വരുമല്ലോ വലിയ ഫോളുകളിൽ, ഇതിൽ എല്ലാ ഫോളുകളും ഐഡൻറ്റിഫൈ പറ്റിയില്ലെങ്കിലും ഒരുപാട് നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അറിവില്ലാത്തത് മൂലം മാർക്കറ്റിൽ നമുക്ക് പറ്റിയിട്ടുള്ള പല നഷ്ടങ്ങളും, ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാർക്കറ്റിലുള്ള നല്ല റാലികളും ഒക്കെ ക്യാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിന്ന് പറയാൻ പോണത്, ഒരു കാര്യം ഓർക്കുക, നേരത്തെ പഠിച്ച ആ കാര്യമായിട്ട് ക്ലബ് ചെയ്ത് ഉപയോഗിക്കുക. ഇത് ഒറ്റയ്ക്കല്ല, ആ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 3 വീഡിയോയിൽ പറഞ്ഞ കാര്യമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഗോൾഡിനെ കുറിച്ച് അറിയാമല്ലോ. ഗോൾഡ് അറിയാം. ഗോൾഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ മാർക്കറ്റിനെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതായത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവുന്ന സമയത്ത് ഗോൾഡ് എപ്പോഴും അതിന് വിപരീതമായിട്ടുള്ളൊരു മൂവ് തരാറുണ്ട്. അതായത് മാർക്കറ്റ് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ഗോൾഡിൽ നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നഷ്ടം വരുമ്പോൾ അതിനെ ഹെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഗോൾഡിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾഡിനെ ഉപയോഗിച്ച്, ആ ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഗോൾഡ്, സ്വർണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഗോൾഡിനെ ഉപയോഗിച്ച്, അതിൻ്റെ വാല്യൂവിനെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ മാർക്കറ്റിനെ കൂടുതൽ നന്നായിട്ട്, അതായത് ഗോൾഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം എന്നതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് ഒരുപാട് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് മാർക്കറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്, ഞാൻ പിന്നെ പറയുന്നത് ട്രേഡിനല്ല, ഇത് നമ്മൾ ഒരു നല്ല നിക്ഷേപകനാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം വർഷങ്ങൾ മാർക്കറ്റിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളിനെ സംബന്ധിച്ച് ഭാവിയിൽ ഈ പറയുന്ന അറിവ് ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗോൾഡിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, ഗോൾഡും നമ്മുടെ സ്വർണവും നമ്മുടെ മാർക്കറ്റും, സ്റ്റോക്ക് മാർക്കറ്റും, നമ്മുടെ ഇൻഡെക്സാണ്, ഞാൻ ഈ കാണുന്ന നിഫ്റ്റിയാണ്, നിഫ്റ്റിയുടെ ചാർട്ടാണ്, നിഫ്റ്റി 50യുടെ ചാർട്ടാണ്, മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഗോൾഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് വെച്ച് എങ്ങനെയാണ് മാർക്കറ്റിനെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത് എന്നാണ് നോക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്കറിയാവുന്ന അറിവ് മറ്റ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ ഒരു പർപ്പസിനായിട്ട് ആദ്യം തന്നെ നേരെ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകണം. ഒരു സെക്കൻഡ്. ഓക്കെ, നേരെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകണം. ട്രേഡിംഗ് വ്യൂവിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വേറൊരു ചാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നിട്ട് ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട്, ട്രേഡിംഗ് വ്യൂ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ചാർട്ടൊക്കെ നോക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് അതിനകത്ത് നമ്മുടെ സെർച്ച് ബാറിൽ പോയതിന് ശേഷം അവിടെ നിഫ്റ്റി എന്ന് സെർച്ച് ചെയ്യുക, Nifty/Gold എന്ന് സെർച്ച് ചെയ്യുക. Nifty/Gold എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഒന്നും വരില്ല കേട്ടോ, ഇവിടെ താഴെ ഓപ്ഷൻ ഒന്നും വരില്ല. Nifty/Gold എന്ന് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ചാർട്ട് നമുക്ക് കിട്ടും. നിഫ്റ്റി എങ്ങനെ സെർച്ച് ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നിഫ്റ്റി ഒരു സ്ലാഷ് കൊടുക്കുക, ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, നേരെ വന്നിട്ട് മന്ത്ലി ടൈം ഫ്രെയിം കൊടുക്കുക. ഓക്കെ, ചാർട്ടിൽ മന്ത്ലി ടൈം ഫ്രെയിം കൊടുക്കുക. ഇത്രയും ചെയ്യുക. ഈ സമയത്ത്
നമുക്കിവിടെ ഒരു ചാർട്ട് ലഭിക്കും. ഈ പറയുന്ന ലൈൻസോ ഡ്രോയിങ്സോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ലൈൻസും ഡ്രോയിങ്സും ഒന്നും തന്നെ ചാർട്ടിലുണ്ടാവില്ല. ഇത് ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നമുക്ക് ഇതേപോലെ ലഭിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ചാർട്ട് ഇതൊരു ഈ കാണുന്നത് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ഒന്നുമല്ല, ഇതൊരു റേഷ്യോ ആണ്. നമ്മുടെ ഗോൾഡും നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള റേഷ്യോ. അതായത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്, മാർക്കറ്റിനെതിരെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, സ്വർണവും നമ്മുടെ മാർക്കറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഈ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ഡേറ്റ എന്നോട്ട് അവൈലബിൾ ആണെന്ന് നോക്കിയേ. 1993 തൊട്ടുള്ള ആ ഒരു ഡേറ്റ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 2026 വരെയുള്ളത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരെയുള്ള ഡേറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ റേഷ്യോ എന്നും ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.